നമുക്ക് സൂം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാം. അതാണ് ഒരു മെത്തേഡ്. സൂം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് സൂം ക്ലൗഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ zoom.us എന്ന് എഴുതിയേക്കുന്ന ഈ സാധനമാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒരു ലിങ്ക് കിടപ്പുണ്ട്. അപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താലും നേരെ ഇവിടെ തന്നെ വരും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോയോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ വരും. ഇവിടെ വന്നതിന് ശേഷം ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ഞെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൂം എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ തുടങ്ങും. ഇവിടെ ഇങ്ങനെ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും. അപ്പോൾ ഇപ്പോൾ സൂം ഇൻസ്റ്റാൾ ചെയ്യുവാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ സൂം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സമയമെടുക്കും. ഇപ്പോൾ സൂം ഇൻസ്റ്റാളിംഗ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. സൂം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സൂം ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. കാരണം ഇവിടെ ഓപ്പൺ എന്നുള്ളൊരു ബട്ടൺ വന്നല്ലോ. അപ്പോൾ സൂം ഇൻസ്റ്റലേഷനായി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വീണ്ടും ഓപ്പണേ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൂം ഓപ്പണായി. ഓപ്പൺ ചെയ്താൽ മാത്രം മതി. വീണ്ടും നിങ്ങൾക്കത് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സൂമിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. സൂമിൻ്റെ ആപ്ലിക്കേഷൻ ഇതാണ്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എപ്പം മീറ്റിംഗ് തുടങ്ങുന്നോ ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരും. അപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞായറാഴ്ചയാണെന്ന് വിചാരിക്കുക. ഞായറാഴ്ച 8:45 സമയത്തോടു കൂടി നമുക്ക് ഗ്രൂപ്പിലൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വാട്സപ്പിൽ നോക്കുക. വാട്സപ്പിൽ നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് വരും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പം ഇതുപോലൊരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും 8:45 ആകുമ്പോൾ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ആ ലിങ്കയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചോദിക്കും ഏത് വഴിയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. അപ്പം ഈ സൂം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾവേസ് കൊടുത്തേക്കുക. അപ്പോൾ ഇപ്പോൾ സൂമിൽ ഓപ്പൺ ആകുകയാണ്. അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത് പ്ലീസ് എൻ്റർ യുവർ നെയിം എന്നാണ് ചോദിക്കുന്നത്. നമ്മളുടെ നെയിം എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ നെയിം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നെയിം എൻ്റർ ചെയ്യുന്നു. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഉദാഹരണത്തിന് ABC എൻ്റെ പേര് അങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പേര് കൊടുക്കുന്നു. എന്താണെങ്കിലും നിങ്ങളുടെ പേര് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കണക്റ്റിംഗ് എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ചില പെർമിഷൻസ് സൂമിന് വേണം. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ ഗോട്ട് ഇറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ അലൗ ചെയ്യുക. ഇവിടെ ഒരു ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇനി ഇവിടെ ചോദിക്കുന്നത് കണ്ടോ, കോൾ വയ ഡിവൈസ് ഓഡിയോ എന്ന് കിടപ്പുണ്ട്. അതേ ക്ലിക്ക് ചെയ്യണം. അതേ ക്ലിക്ക് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ക്ലിക്ക് ചെയ്താലേ നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോൾ വയ ഡിവൈസ് ഓഡിയോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മളിപ്പോൾ കണക്റ്റ്. നമ്മളിനി നമ്മളുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചുമല കളറിൽ ഒരു വീഡിയോ ക്യാമറയുടെ പടം കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അലൗ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വീഡിയോയും ഇവിടെ എനേബിൾ ആയി. ഇതാ, അപ്പോൾ 2 വീഡിയോ ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വീഡിയോ കണക്റ്റഡ് ആയി. ഇനി മീറ്റിംഗ് നിങ്ങൾക്ക് തീർന്നതിന് ശേഷം നിർത്തണമെന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മീറ്റിംഗിൽ നിന്ന് ക്വിറ്റ് ആകണം അല്ലെങ്കിൽ മീറ്റിംഗ് നിങ്ങൾക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും തൊടുക. ഏറ്റവും മുകളിലായി ലീവ് എന്ന ബട്ടൺ കണ്ടോ? അപ്പോൾ ആ ലീവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കും നിങ്ങൾ മീറ്റിങ്ങിൽ നിന്ന് പുറത്തു പോകണമെന്ന്. അപ്പോൾ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മീറ്റിങ്ങിൽ നിന്ന് എക്സിറ്റ് ആയി. അപ്പോൾ ഇതാണ് രീതി. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളോട് പറയാണ്. ഒന്ന്, നമ്മളുടെ മീറ്റിങ്ങിന് മുമ്പായി നമ്മളുടെ മൊബൈൽ ചാർജ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ചാർജ് കുത്തിയിടണം. കാരണം 1 മണിക്കൂറോളം വീഡിയോ നമ്മൾ ഏകദേശം കാണുന്നതുകൊണ്ട് ബാറ്ററി തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുത്തിയിട്ടിട്ട് ഫോൺ എവിടെയെങ്കിലും വെക്കുന്നതാണ് ഉചിതം. രണ്ടാമത്തെ സംഗതി, ഈ മൊത്തം പരിപാടി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 1 GB അതിൽ കൂടുതലോ നമുക്ക് ഇൻ്റർനെറ്റ് വേണ്ടി വരും. അപ്പം നിങ്ങളുടെ ഫോണിൽ മതിയായ ഡേറ്റ പാക്കേജ് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ സംഗതി, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഫോണൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആരെങ്കിലുമൊക്കെ നിങ്ങളെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ കോൾ വന്നാൽ അത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ അപ്പം നിങ്ങളുടെ ഈ മീറ്റിംഗ് കട്ടായി പോകും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഫോൺ കോളുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട് നമ്മളുടെ ഫോണുകളിൽ. അത് നിങ്ങൾ ചെയ്താൽ
നിങ്ങൾക്ക് ഫോൺ കോളുകൾ വരില്ല. അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇനി കോൾ ഇടയ്ക്ക് വരുവാണെങ്കിൽ നിങ്ങൾ എടുത്തില്ലെങ്കിൽ അതങ്ങനെ കട്ടായി പോയിക്കോളും. നിങ്ങളുടെ മീറ്റിംഗ് നിങ്ങൾക്ക് തുടർന്നും ആസ്വദിക്കാനും പറ്റും. നാലാമത്തെ സംഗതി, നിങ്ങളുടെ ഫോണ് എപ്പോഴും നിങ്ങൾ പിടിക്കുമ്പോൾ വെർട്ടിക്കലായിട്ട് പിടിക്കാതെ ഫോൺ ഹൊറിസോണ്ടലായിട്ട് പിടിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് നാലാമത്തെ ഒരു സംഗതി. കാരണം കൂടുതലായിട്ട് ആളുകളെ, നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അഞ്ചാമത്തെ സംഗതി, നിങ്ങൾക്ക് ഡേറ്റ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓഫ് ആക്കിയിട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംസാരമെങ്കിലും കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. കാരണം ഓഡിയോയും വീഡിയോയും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡേറ്റയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് ക്ലാരിറ്റി തീരെ കുറവാണ്, നിങ്ങൾക്ക് ആരെയും കാണാനൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ആ വീഡിയോ ക്യാമറയുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓഫാക്കാനും പറ്റും. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ മൈക്കും നിങ്ങൾക്ക് ഓഫാക്കി ഇടാൻ പറ്റും. കാരണം ഇപ്പോൾ 50 പേരുണ്ടെങ്കിൽ ഈ 50 പേരുടെയും മൈക്ക് ഓൺ ആണെങ്കിൽ മൊത്തത്തിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ ആവശ്യമുള്ളപ്പോൾ, ഉദാഹരണത്തിന് ഉത്തരം പറയേണ്ടതായി വരുമ്പോൾ മാത്രം നിങ്ങളുടെ മൈക്ക് ഓണാക്കി നിങ്ങൾക്ക് സംസാരിക്കുന്നതും മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും. മറ്റൊരു സംഗതി, ഒരു വീട്ടിൽ ഇപ്പോൾ പല ആളുകളുണ്ടെങ്കിൽ, ഇപ്പം 5 പേരുള്ള ഒരു കുടുംബമാണെങ്കിൽ ഈ 5 പേരും പല ഫോണുകളിൽ നിന്ന് ലോഗിൻ ചെയ്യുന്നതിന് പകരം ഒരു ഫോണിൽ നിന്ന് എല്ലാവരും കൂടി ലോഗിൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം പലരും ലോഗിൻ ചെയ്താൽ ആ മുറിക്കുള്ളിൽ എക്കോ വരാനും അത് മൊത്തത്തിൽ ഒരു എക്കോ നമ്മുടെ മീറ്റിങ്ങിൽ ഉണ്ടാകാനും ഇടയാക്കും. അതുകൊണ്ട് ഒരു ഫോണിൽ നിന്ന് എല്ലാവരും കൂടെ ലോഗിൻ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അത് മൊത്തത്തിലുള്ള ട്രാഫിക്കിനും സഹായകമായിരിക്കും. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ പരിപാടിക്ക് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഹെഡ്സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. കാരണം അത് കൂടുതൽ മൈക്കിൽ കൂടെ പറയുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ നല്ല മീറ്റിംഗ് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.